ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ഡെയിലി ഡിസൈൻസ്. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമ്മുടെ കട്ട് ബീഡ്സും അതുപോലെ ത്രെഡും കൂടെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഫ്ലവറാണ് കേട്ടോ. നമ്മൾ മെഹന്തിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫ്ലവർ നമുക്ക് വെറും കട്ട് ബീഡ്സ് വെച്ചിട്ടും അതുപോലെ ത്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ഞാനൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു രണ്ടും യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഈ ഒരു വർക്ക് ഞാൻ കസ്റ്റമറുടെ സ്ലീവിലും അതുപോലെ ടോപ്പിലൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാരണം വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നോർമലായിട്ടുള്ള ചെറിയ കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ ചെറിയ കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഒന്നുകൂടി ഭംഗി. പിന്നെ ഗോൾഡൻ കട്ട് ബീഡ്സ് എല്ലാത്തിനും മാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കത് അതിനൊരു സംശയമില്ല. എന്നാലും കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ കട്ട് ബീഡ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. പിന്നെ അതുപോലെ സാധാരണ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ആ റൗണ്ട് ഒന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതേമാതിരി സിംഗിൾ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ റൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതെല്ലാം നമ്മൾ ഒരൊറ്റ നീഡിൽ തന്നെ ഒരു 5-6 കട്ട് ബീഡ്സ് വെച്ചിട്ട് റൗണ്ടായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാവുന്നത് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഓരോ നൂലിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ നമുക്ക് രണ്ടാം പണി എടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ സിംഗിളായിട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നതും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അതുപോലെ രീതിയിൽ ചെയ്യാവുന്നതാണ്. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണോ ചെയ്യുന്നത്, നല്ല റിസ്ക് അല്ലേ എന്നൊക്കെ കേട്ടോ. റിസ്ക് എടുക്കാൻ തയ്യാറായാൽ അത് റിസ്ക് തന്നെയാണ്. പക്ഷേ നമുക്കത് ശീലമായി കഴിഞ്ഞാൽ നമുക്കതൊരു റിസ്ക് ആയിട്ട് തോന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഈ 2-3 ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. കാരണം നമ്മൾ 2-3 ചെയ്ത് അതിൻ്റെ സ്പേസ് അതില്ലാതെയാണ് നമ്മൾ ആ നീഡിൽ താഴത്തൊക്കെ ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുത്തിക്കൂടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളത് വീണ്ടും വലിച്ചെടുത്തിട്ട് അത് ശരിയാക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ക്ലോത്തിനെ അപേക്ഷിച്ചിരിക്കും കേട്ടോ. ക്ലോത്ത് തന്നെ ചോർച്ചിട്ടും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കീറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന പെർഫെക്ഷനോടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആരി നീഡിൽ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു ടൈപ്പാണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളതും ഞാൻ ചെയ്ത് ശീലമായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നം വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് നല്ല പെർഫെക്ഷനോട് കൂടെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുമ്പോൾ അത് നിങ്ങൾക്കും കാണുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നോ അതാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ചെയ്യാനാണ് നല്ലത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ സീറ്റിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മെത്തേഡ് മാറ്റിയെടുത്താൽ അങ്ങനെ ഔട്ടർ ലൈനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലവർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അത് കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഉള്ളിലായിട്ട് ഒരു 2-3 ലൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത്.
എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് രണ്ട് രീതിയിലും ഭംഗിയുണ്ടാവും കേട്ടോ. നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഉള്ളിൽ ചെറുതായിട്ടൊരു ലൈന് ഒരു 3 ലെയറൊക്കെ ലൈന് കൊടുക്കുകയാണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ടാവും. പിന്നെ ഇത് ഫില്ല് ചെയ്തുകയാണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ടാവും കേട്ടോ. അങ്ങനെ ത്രെഡ് വർക്ക് വരുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ടെന്ന് ചിലർക്ക് പറയുന്നത് കേൾക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. എന്തായാലും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫ്ലവർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ പെട്ടെന്ന് തീരണം വേണ്ടിയിട്ട് 2-3 കട്ട് ബീഡ്സ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് ഇതായി പോവാൻ കാരണം ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് മുഴുവൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ അർജൻറ്റ് ഓർഡേഴ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ മാറ്റി നമ്മൾ ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യാറുണ്ട്. എങ്കിലും നമുക്ക് പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യുന്നതാവും. അങ്ങനെ ദേ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഔട്ടർ ലുക്ക് ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ കണ്ടു നോക്കൂ. ഈ ഒരു ഫ്ലവറിന് ഇനി സ്റ്റെമ്മും ലീഫൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് ഫൈനൽ ലുക്ക് ആയതിനു ശേഷം ഞാൻ വീഡിയോ ഇടുന്നതാണേ. പിന്നെ ഈ വർക്കുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളറിലും ഏത് മോഡലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.